സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂലി കൂലി കൂലി, എവിടെ നോക്കിക്കഴിഞ്ഞാലും കൂലി തന്നെയാണ്. പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, രജനീകാന്ത് അഹങ്കാരിയാണ്, രജനീകാന്ത് വിജയിയെ പറ്റിയിട്ട് ഒരു അക്ഷരം പറയുന്നില്ല, രജനീകാന്ത് എല്ലാ സിനിമയുടെ പേരും പറയുന്നുണ്ട്, വിജയുടെ സിനിമയുടെ പേര് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ട്. അതായത് ഈ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. അതായത് രജനീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പ്രായത്തിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഒരു വലിയ മനുഷ്യൻ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യന് ചെയ്യാൻ കഴിയോ? അയാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കഠിനാധ്വാനം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സിനിമക്ക് കൊടുക്കുന്ന അയാളുടെ ആത്മാർത്ഥത തന്നെയാണ്. അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരുത്തനും വളർന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സിനിമ ഒരു 2-2.25 മണിക്കൂറുണ്ട്. ആ 2.25 മണിക്കൂറും നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ചില ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പറയുന്നുണ്ട്, അയ്യോ ഇത് മറ്റേ എന്താ പറയേണ്ടത്, വിക്രം പോലെയല്ല, ഇത് മറ്റുള്ള സിനിമ പോലെയല്ല, ഇത് മറ്റൊരു സൗബിനെ മാത്രം ഞങ്ങൾക്ക് ഇഷ്ടമായി. ചില ആൾക്കാർ പറയുന്നു നാഗാർജുനയെ മാത്രം എനിക്ക് ഇഷ്ടമായി, ഉപേന്ദ്രയെ മാത്രം ഇഷ്ടമായി, എല്ലാവരെയും ഇഷ്ടമായി, പക്ഷേ രജനീകാന്തിനെ മാത്രം എനിക്ക് ഇഷ്ടമായില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് രജനീകാന്തിനെ ഉൾക്കൊള്ളാൻ അങ്ങോട്ട് കഴിയുന്നില്ല. രജനി അണ്ണനെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ബാക്കി എല്ലാവരെയും ഞങ്ങൾ ഉൾക്കൊള്ളും, ബാക്കി എല്ലാവരും ഭയങ്കര അഭിനയമാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, രജനീകാന്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അയാളുടെ പ്രായവും കാര്യങ്ങളും ഇതൊക്കെ നോക്കിക്കൊണ്ട് അയാൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്. അതിന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, അതിന് ആരെ നമ്മൾ എന്താ പറയേണ്ടത്, ഈ ചില വേട്ടാവളിയന്മാരുടെ ഇപ്പോഴും നേരം വെളുക്കാത്ത ചില ഫാൻസോളികളുണ്ട്, മറ്റുള്ളവരുടെ ഫാൻസുകൾ, അവന്മാർക്കെന്ന് പറഞ്ഞാൽ ഈ സിനിമ പിടിക്കത്തില്ല. കാരണം എന്താ, അവന്മാർക്ക് നല്ല അസൂയ ഉണ്ടാകും. അവരുടെയൊക്കെ ആൾക്കാരുടെ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ ഈ പടം വിട്ടിട്ട് ഇപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്ന് പൈസ വാരുമ്പോഴുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, അതായത് രജനി സാറിന്റെ പടം വിജയിക്കുന്നു. നമുക്ക് പിന്നെ അറിയാം തമിഴ്നാട്ടിലെ രജനീകാന്തിനോട് വിരോധമുള്ളത് ആർക്കൊക്കെയാണെന്ന് നമുക്കറിയാം. അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങളോ ഇതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. നമ്മൾ എന്താണ്, നമ്മൾ പടം കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാം ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബ്രില്യന്റ്, അയാളുടെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇനി ആരെ വെച്ചെടുത്തു കഴിഞ്ഞാലും, അതായത് നായകൻ ആരായി കഴിഞ്ഞാലും, ചിലപ്പോൾ സൗബിനായിരിക്കാം നായകൻ, എന്നാലും നമ്മൾ പോയി കാണും. എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അതിൻ്റെ അകത്ത് എന്താണ് അദ്ദേഹം പണി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു സിനിമ എന്നുള്ള തരത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു 100% നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ചില ആൾക്കാർ വന്ന് കരഞ്ഞു തീർക്കുകയാണ്, ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ്, ഫാൻസോളികളുടെ കരച്ചിലാണ് കൂടുതൽ, മറ്റുള്ളവരുടെ ഫാൻസിൻ്റെ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ അടുത്ത കാലത്തായിട്ട് എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ പടങ്ങളും, മിക്ക പടങ്ങളും എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കോടികൾ, ഇപ്പോൾ തന്നെ കമലഹാസന്റെ ഒരു സിനിമ വന്നിരുന്നു, അതൊക്കെ എന്ന് പറഞ്ഞാൽ കോടികളാണ് നഷ്ടം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, മറ്റേ ഇവരുണ്ടല്ലോ, അവരൊക്കെ മൂട് താങ്ങി നിൽക്കുന്ന ചില ഫാൻസോളികൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെ വിജയ് ആണെങ്കിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അയാളുടെയും പടത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിമാൻഡ് വളരെ കുറവാണ്. രാഷ്ട്രീയത്തിലൊക്കെ വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ പടം കാണാൻ പോലും ഇനി ആൾക്കാർ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. കാരണം എല്ലാവർക്കും അയാളുടെ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, രജനീകാന്തിന്റെ സിനിമ കാണുമ്പോഴേ അത് ലോകേഷിന്റെ സിനിമയാണ് ഇല്ലെങ്കിൽ രജനീകാന്തിന്റെ സിനിമയാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ കാണുക. അല്ലാതെ പോയിട്ട് അതിനെ പറ്റിയിട്ട് ഇതെന്ത് വളമാണേ, ഇതെന്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് വിക്രമിനെ പോലെയൊന്നുമില്ല, വിക്രം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് വിക്രമായാലും കൈദി ആയാലും അങ്ങനെയുള്ള പടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേറൊരു ടൈപ്പാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് ഈ ഒരു എന്താ പറയുക രജനീകാന്തിന്റെ ഈ കൂലി എന്ന് പറയുന്ന സിനിമ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാവരും പറയുന്ന പോലെ എനിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അമീർ ഖാന്റെ ആ ഒരു സംഭവത്തിൽ മാത്രമേ ഉള്ളൂ. അമീർ ഖാനെ കുറച്ച് സമയം മാത്രമാണ് ഇവർ കാണിക്കുന്നത്. അതൊരു വലിയ പോരായ്മ തന്നെയാണ്. കുറച്ചുകൂടി അമീർ ഖാന്റെ ആ സ്പേസ് കൊടുക്കണമായിരുന്നു. പക്ഷെ ഉപേന്ദ്രക്കൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ടുണ്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞ് ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ ശിവരാജ് കുമാർ ചെയ്ത ക്യാരക്ടർ നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ ആ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് കന്നഡയിലെ സൂപ്പർ സ്റ്റാറായ ഉപേന്ദ്ര. അതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ രജനീകാന്ത് മാത്രമല്ല പ്രാധാന്യം കൊടുത്തത്, ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള തരത്തിൽ അവിടെ മലയാളത്തിൽ നിന്നുള്ള സൗബിനെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും എടുത്ത് പറയാനുള്ളത്. അതായത്
സൗബിൻ്റെ ജീവിതത്തിൽ സൗബിൻ എന്ന് പറയുന്ന ഒരു നടൻ എങ്ങനെ വന്നതാണ്, ഏത് തരത്തിൽ വന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ, അതായത് സൗബിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഫാസിലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറോ പ്രൊഡക്ഷൻ ഇതൊക്കെയാണ്, പ്രൊഡക്ഷനിനകത്ത് ജോലി ചെയ്യുന്നതാണ് ബാബു എന്ന് പറയുന്നയാൾ. അപ്പോൾ അയാളുടെ കൂടെ സൗബിൻ വരുന്നു. സൗബിൻ വന്നതിന് ശേഷം സിനിമയിൽ ചെറിയ വർക്കൊക്കെ ചെയ്യുമ്പോൾ മമ്മൂക്ക കണ്ടു. മമ്മൂക്ക പറഞ്ഞു, ആദ്യം പോയി നീ ഡിഗ്രി എടുത്തിട്ട് വാ, പഠിച്ചിട്ട് വാ, എന്നിട്ട് മതി സിനിമ എടുക്കൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഓടിച്ച കഥയൊക്കെ നമുക്കറിയാം. ഇന്നിപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ മമ്മൂക്കയ്ക്കൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് കിട്ടിയ ഭാഗ്യമാണ് സൗബിൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് നേരിട്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര സിനിമ ചെയ്തപ്പോഴേ കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മലയാളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഇപ്പം ഭാഗ്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഏതെങ്കിലും ഒരു റോളിൽ അല്ലെങ്കിൽ ചെറിയ അങ്ങനെയൊക്കെ കലാമണിയാണ് അത് തിരുത്തി കുറിച്ചത്. അതായത് കലാമണിയാണ് അവിടെ ഒരു വില്ലനിസം അല്ലെങ്കിൽ വില്ലനാണ് അവിടെ പിന്നെ ഒരു വില്ലൻ്റെ ഒരു പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്തത് മുഴുവൻ കലാമണിയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ലാല് പോലും പോയിട്ട് അവിടെ അഭിനയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സിദ്ദിഖ് ലാലിലെ ലാല് എന്ന് പറയുന്ന നടനും ഒരുപാട് വില്ലൻ വേഷങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കോമഡിയിൽ നിന്നും ഒരുപാട് പേരെ വില്ലനിസത്തിലേക്ക് അവിടെ കൊണ്ടുപോയിട്ട് മലയാളികൾക്ക് നല്ലൊരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമം വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും കണ്ട രാവണൻ എന്ന് പറയുന്ന സിനിമ കണ്ടതാണ്. അതിൻ്റെ അകത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അഭിനയിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പലരും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സൗബിന് കിട്ടുമ്പോഴും അതുപോലെ തന്നെ കഴിഞ്ഞ ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ വേട്ടുവാണെങ്കിലും ആ വിനായകന് കിട്ടിയ റോള് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇനി ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് കോട്ടയം നസീർ വരെ രജനീകാന്തിൻ്റെ കൂടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കാം. കാരണം നമ്മുടെ മലയാള സിനിമയിലെ മലയാള താരങ്ങളിൽ നിന്നും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സംവിധായകരോ നിർമ്മാതാക്കളോ കാണാത്ത ഒരു വേറൊരു ലെവലിലായിരിക്കും ചിലപ്പോൾ കോട്ടയം നസീറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ സിനിമയിൽ കയറി കഴിഞ്ഞാൽ, അതായത് തമിഴ് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ രജനീകാന്തിൻ്റെ ജയിലർ 2 എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തോ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല. വിനായകൻ അവിടെ അഭിനയിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട് ജയിലർ 2 എന്ന് ഏകദേശ ധാരണകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്, തലൈവർ ഷൂട്ടിങ്ങിന് വന്നപ്പോഴേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നുള്ള ചില വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില മലയാള താരങ്ങളെയും നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ തലൈവറെ, അതായത് നമ്മുടെ രജനീകാന്ത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതേ വയസ്സിലും ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ അഭിമുഖം കണ്ടു. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന അതായത് ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു സിമ്പിൾ ലൈഫല്ലേ പിന്നെ ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴേ അയാൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ ഇവിടെയാണ് സിമ്പിൾ ലൈഫ്. അതായത് ഞാൻ പോകുന്നത് BMW വില കൂടിയ കാറിലാണ്, ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് വില കൂടിയ ഹോട്ടലിലാണ്, ഞാൻ പോയിട്ട് പിന്നെ ഉറങ്ങുന്നത് വില കൂടിയ ബെഡ്റൂമിലാണ് അല്ലെങ്കിൽ വില കൂടിയ സൂട്ട് റൂമിലാണ്. ഇതൊക്കെ ചെയ്യുന്ന ഞാൻ ഇവിടെയാണ് സിമ്പിൾ ലൈഫ് എന്ന് ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട്. അത് ശരിയല്ലേ? അതായത് അയാൾ എവിടെയാണ് സിമ്പിൾ ലൈഫ്? അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ലൈഫാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവരും പോയിട്ട് സിനിമ കാണുക. നന്ദി, നമസ്കാരം.